എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തിന് കിഴിയിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട മുത്തേ? പറയൂ മുത്തേ. എന്താണ് തോക്ക്? എന്തെങ്കിലും നമുക്ക് OTT വെച്ചോ. OTT റിലീസ് ഓക്കെ. ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ, ടൈലർ ഹെഡ്. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് വൺ സംശയമാണ്. സംശയത്ര നല്ലല്ലോ അല്ലേ? സംശയം സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 16 സിനിമ റിലീസിനെത്തും. ഷർഫുദ്ദീനും പിന്നെ വിനയ് ഫോർട്ടും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. രാജേഷ് രവിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആള് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും. ഓക്കെ, മെയ് 16 ഒരുപാട് സിനിമകളുണ്ട്. അതിലൊരു സിനിമ കൂടി ആയി അല്ലേ? ഏതിന് പോകുന്നുള്ളതാണ് സംശയം. അടിപൊളി. അത് മാറിയില്ലേ? മാറി. മെയ് 23 മെയ് 23 എന്താ അവസ്ഥ? അത് അടുത്ത ഒരു ഡേറ്റ് ആണ്. അതായത് എല്ലാ സിനിമകളും ഒരുമിച്ച് വരുന്ന മറ്റൊരു ഡേറ്റ്. അതാണ് ഒരു രക്ഷയില്ലാത്ത. എനിക്ക് തോന്നുന്നു 16-നേക്കാളും കൂടുതൽ സിനിമകളുള്ളത് 23 കുറേ സിനിമകളുണ്ട്. അത് സംഭവം എന്താ അറിയോ? ഈ മെയ് 16 വരണമെന്ന് കരുതി നിന്ന പല സിനിമകളും ഈ മെയ് 16 റഷ് കണ്ടിട്ട് മാറ്റി വെച്ചതാ. ഇപ്പൊ എല്ലാവരും മാറ്റി. ഉജ്ജ്വലനും നരിവേട്ടൊക്കെ ഒരേ ദിവസം വീണ്ടും. അടിപൊളി. എന്താണെങ്കിലും അനുരാജ് മനോഹറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ടോവിനോവിന്റെ ഒരു ഗംഭീര സിനിമ ആവാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ്. പ്രതീക്ഷയുള്ള സിനിമ, ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ. സുരാജ് വെഞ്ഞാറമൂടും പിന്നെ ചേരനും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഡ്യൂഡ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ മമിത ബൈജുവും പ്രദീപ് രംഗനാഥനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ലുക്ക് സിനിമ ദീപാവലി റിലീസാണ്. കീർത്തീശ്വരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും കിടിലൻ ലുക്കായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് മൂവി കാണാൻ ഒരു വൈബാ. അതില് മമിതയും കൂടി വരുമ്പോ സൂപ്പറോ. അടുത്തത് കുബേര. ഓക്കെ, സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ ധനുഷിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. ദേവ. കൂലിയില് രജനീകാന്ത്, ദേവ. എന്താണെങ്കിലും കൊള്ളാം. ദേവയാണ് ഇപ്പൊ മാർക്കറ്റ്. അമ്മായച്ചനും ആയിരുന്നില്ലേ? ഓൾഡ് അമ്മായച്ചൻ. അതെ. എന്താണെങ്കിലും ശേഖർ കമൂലയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ജൂൺ 20 സിനിമ റിലീസിന്. സംഭവം തമ്മിലൊരു മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കായിരിക്കും. അതിപ്പോ അത് മത്സരിക്കാതിരിക്കും നല്ലത്. ഓക്കെ, അടുത്തത് മഹാവതാർ നരസിംഹ. ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന സിനിമയാണ്. സിനിമ റിലീസിനെത്തുന്നത് ജൂലൈ 25. ഓക്കെ, ഒരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വീഡിയോ ആണ്, സൂപ്പർ വീഡിയോ. അടുത്തത് നരസിംഹാവതാർ അല്ലേ? ജിതിൻ ലാൽ പൃഥ്വിരാജ് മൂവി. ഓക്കെ, അത് കൺഫേം ആയിട്ടുണ്ട്. കൈ കൊടുത്തു കേട്ടോ. കൈ കൊടുത്ത് ഒരുമിച്ചുള്ള ഫോട്ടോ വന്നിട്ടുണ്ട്. ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. അതും ARM ശേഷം ജിതിൻ ലാലിന്റെ മൂവി. പൊളിക്കുള്ളതാണ് മക്കളെ. ശരിക്കും നമുക്ക് വിലായത്ത് ബുദ്ധ ഓണം റിലീസ് അല്ലേ? ഓണം റിലീസ്. ഓക്കെ, അടുത്ത കിഴി ഹൃദയപൂർവ്വം. ഓണം റിലീസ്. ഹൃദയപൂർവ്വം സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് ലൊക്കേഷൻ സ്റ്റീൽസ് കുറച്ച് വന്നിട്ടുണ്ട്. സൃന്ദയും നമ്മുടെ മാളവിക മോഹനും ഒക്കെ ഒരുമിച്ചുള്ള സ്റ്റീൽസ്. ഇവരിങ്ങനെ കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, അങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വ്ളോഗ് ഓർക്കും. തങ്കച്ചേട്ടനല്ലേ, എന്താണ് ആളുടെ പേര്? കുട്ടേട്ടനോ? കുട്ടഞ്ചേട്ടൻ സൂപ്പറാ. കുട്ടഞ്ചേട്ടൻ സൂപ്പറാ എന്ന് പറഞ്ഞ വെള്ളത്തിലുണ്ടാകും കുട്ടഞ്ചേട്ടൻ. അടുത്തത് ആട്3. ഇവരാദ്യത്തെ തോണിയിൽ കയറുന്നതിന് മുമ്പേ കുട്ടഞ്ചേട്ടനാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും. അടുത്തത് ആട്3 സിനിമ എപ്പിക് ഫാന്റസി മൂവി ആയിരിക്കും എന്നാട്ടോ പറയുന്നത്. കുട്ടഞ്ചേട്ടൻ പറഞ്ഞത് കുട്ടഞ്ചേട്ടൻ കയറി നിർത്തിയില്ലേ? വല്ലാത്ത കുട്ടഞ്ചേട്ടനായാലും. കുട്ടഞ്ചേട്ടനെ വെള്ളത്തിനാ പോന്തി ആട്ടുണ്ടായിരുന്നു. ആടി കുറച്ച് കൂടുതലായിട്ട് ആടി, അതുകൊണ്ടാണ് സ്ലിപ്പായതാണ് കാല്. അപ്പൊ ആട്3 എപ്പിക് ഫാന്റസി മൂവി ആയിരിക്കും ജോണർ കേട്ടോ. എപ്പിക് ഫാന്റസി. എപ്പിക്കാണെങ്കിൽ കുറച്ച് പഴയ കാലഘട്ടത്തിലേക്ക് പോവോ? അറിഞ്ഞൂടാ. എപ്പിക് ഉദ്ദേശിക്കുന്ന പഴയ കാലഘട്ടം മാത്രമൊന്നുമല്ല. അല്ലല്ല, എന്തൊക്കെയാണ് ഉദ്ദേശം? ഏലിയൻ ആവാല്ലേ, ആവാം, എന്ത് രീതിയിലും ആവാം. അതും മലയാളത്തിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് മുടക്കി വരുന്ന സിനിമയാണെന്നാണ് പറയുന്നത്. അതെ, അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്.
ഓക്കെ, അടുത്ത കിഴി പ്രിൻസ് ആൻഡ് ഫാമിലി. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് പുറത്തു വന്ന സിനിമയാണ്. ദിലീപ് നായകനായ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലെ ഷോ സ്റ്റീലർ അത് നമ്മുടെ ഹീറോയിൻ ചിഞ്ചു റാണി. ആളുടെ ക്യാരക്ടർ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതേ റാണിയാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ആളൊരു ഒന്നൊന്നര നടിയാണ്. എൻട്രിയും കാര്യങ്ങളും ഒരു ഭീകര ക്യാരക്ടറായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ആളാണ് ഇതിന്റെ മെയിൻ. അടുത്തത് ആലപ്പുഴ ജിംഖാന 2. അടുത്ത വർഷം സിനിമ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ടാം ഭാഗം ഉണ്ടാവുന്നത് ആലപ്പുഴ ജിംഖാന 2. അതായത് ഈ ആലപ്പുഴ ജിംഖാന ഫസ്റ്റിന്റെ സക്സസ് ടീസർ ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. രണ്ടാം ഭാഗം ഉണ്ടാവുന്നു. വരട്ടെ. കൂറ ക്യാരക്ടറാണ് നസ്ലന്റെ. ഇനി അടുത്തതിൽ എങ്ങനെ ആയിരിക്കും അറിയില്ലല്ലോ. അതിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ടീമിന്റെ മാനേജർ അങ്ങനെയല്ലേ? അങ്ങനെ ആയിരിക്കും. അത്രേ ഉള്ളൂ. മാനേജർക്ക് ഇനി എന്തെങ്കിലും ഇനി ആൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും അറിയില്ലല്ലോ. എന്തായാലും നോക്കാം. എന്തായാലും അടുത്ത കിഴി. ഓക്കെ. ആലപ്പുഴ ജിംഖാന ജോലിയ ജിംഖാന. ആലപ്പുഴ ജിംഖാനല്ല തമിഴിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് നമ്മള് ഭയങ്കര അത് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരാൻ വന്നു. സ്ക്രിപ്റ്റ് ഒന്നുമില്ല. ഞാൻ സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമയില് സ്ക്രിപ്റ്റ് ഇല്ലേ? ഇല്ലല്ല, ഞങ്ങൾ അങ്ങോട്ട് സ്വന്തമായിട്ടും ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കുക ചെയ്യും. അവിടെ ചെയ്തോന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യിപ്പിക്കാം. ഇനി മമ്മൂട്ടിനെ വെച്ചിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. ആര്? സ്ക്രിപ്റ്റ് ഉണ്ടോ? മമ്മൂക്കേന്റെ അടുത്തൊക്കെ സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ചെന്നാൽ മതി, ഇപ്പൊ ചെയ്തുതരും. ഓക്കെ, അടുത്ത കിഴി മിഷൻ ഇമ്പോസിബിൾ. സത്യമാണത്. ആ മിഷൻ ഇമ്പോസിബിൾ നടക്കൂല. മമ്മൂക്കേടെ അടുത്ത് തരൂല. മിഷൻ ഇമ്പോസിബിൾ സിനിമ മെയ് 17 റിലീസാവുകയാണ്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 2 മണിക്കൂർ 49 മിനിറ്റുമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, മെയ് 17 കൊയ്ത്തന്നെ. ഫുൾ കൊയ്ത്ത്. സിനിമാ പ്രേമികൾക്ക് കൊയ്ത്ത്. അതാണ്. ഇനി അങ്ങോട്ട് എത്ര സിനിമകളാ. അതെ. അടുത്തത് ഐ ആം ഗെയിൻ. സിനിമയുടെ ഷൂട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലൊക്കേഷൻ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. എന്തായാലും പൊളിക്കട്ടെ. ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് ആരാണ് എന്നുള്ളതാണ് കാത്തിരിക്കുന്ന മുതലാണ്. അതെ, ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് അപ്പോൾ അത് പെപ്പെ ആയിരിക്കും. കാരണം ഇതുവരെ ദുൽഖർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല, പക്ഷേ ചിലപ്പം അതിനുശേഷം ഉണ്ടാവും. കൊത്തയിൽ ഫുട്ബോൾ പ്ലെയർ അല്ലായിരുന്നു, ഇതില് ക്രിക്കറ്റ് പ്ലെയർ ആട്ടെ. കിങ് ഓഫ് കൊത്ത എന്നൊക്കെ പേരിട്ടിട്ട് വരുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, അടുത്ത കിഴി ബേബി ഗേൾ. നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ്. അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്നു. സിനിമയുടെ പുതിയ ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ സ്റ്റീലിൽ വന്നിട്ടുണ്ട്. അഭിമന്യു തിലക് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആൾ പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. പിന്നെ നിവിൻ പോളി നേഴ്സാണോ അറ്റൻഡറോ അങ്ങനത്തെ എന്തൊരു വേഷത്തിലാണല്ലോ. ബേബി ഗേൾ ഒരു പെൺകുട്ടിയെ മിസ്സാവുന്ന എന്തെങ്കിലും ആണോ? അമ്മ തൊട്ടിലിൽ ഒരു കുട്ടിയെ വെച്ചിട്ട് പോകുന്നു. അതിന്റെ സംഭവമായി അല്ലെ? ബോബി സഞ്ജയ് ആയതുകൊണ്ടേ ഞാൻ ചിന്തിക്കും. ഞാൻ അങ്ങനെ വളരെ സിമ്പിൾ ആയിരിക്കും കാര്യം. അതൊരു സത്യം. കാരണം ഒരു വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിനപ്പുറത്തേക്ക് ചാടി കടക്കൂല. അടുത്തത് ജയിലർ 2. സിനിമയില് ബാലയ്യ 10 മിനിറ്റ് സീനിന് 25 കോടി പ്രതിഫലം. അപ്പൊ 20 മിനിറ്റ് ഞങ്ങൾ ചെയ്യണ്ടല്ലോ. 20 മിനിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 50 കോടി ചോദിച്ചു വാങ്ങും. പിന്നല്ല കടപ്പുറ അളവെന്ന് പറഞ്ഞത്. OTT ആണെങ്കിൽ ഇതേ കോടി കൊടുക്കണം. പിന്നെ ആൾക്ക് എന്തായാലും അതിനുള്ള ഇതുണ്ടാ. പിന്നെ അല്ലേ, മത്സരത്തിൽ ഇതുവരെ OTT വന്നിട്ടില്ല. ശരിയാണല്ലോ. എന്താ ഇങ്ങനെ? അല്ല, ഇതിപ്പോ സമനിലയിലേക്കുള്ള പോക്കാ. ഓക്കെ, അടുത്ത കിഴി. ഇനിയിപ്പോ ഞാൻ ലാസ്റ്റ് എടുക്കുന്ന OTT ആണോന്ന് പറയാൻ പറ്റില്ല. ഇനി ഒറ്റ കിഴിയും കൂടെ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് നിമിഷത്തെ ആ ചിരി എനിക്ക് കാണാൻ വയ്യ. അടുത്തത് ഒരു പൊളി സാധനം തരണം. SK ലാലേട്ടൻ മൂവി. ശിവകാർത്തികേയനും ലാലേട്ടനും ഒരുമിക്കാൻ പോകുന്നു. ഈ ന്യൂസ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടോ. ആൾറെഡി ഇവർ ഒരുമിക്കേണ്ട ഒരു സിനിമ ആയിരുന്നു. ഇത് മദ്രാസി. ശരിയാ, AR മുരുകദോസിന്റെ പടത്തിൽ. പക്ഷേ അത് സംഭവിച്ചില്ല. എന്തായാലും
മാറിയിട്ടുണ്ട്. വേറൊരു സിനിമയിൽ പോയി ഇവരെ ഒരുമിക്കും. അതായത് നമ്മുടെ ഗുഡ് നൈറ്റിൻ്റെ ഡയറക്ടർ ചന്ദ്രശേഖർ, വിനായക് ചന്ദ്രശേഖർ, യെസ്, ആൾ സംവിധാനം ചെയ്യുന്ന സിനിമ. അതിൽ ഒരു അച്ഛൻ മകൻ ബന്ധം കാണിക്കുന്ന സിനിമയാണെന്നുള്ളതാണ് കേട്ടത്. അതിൽ അച്ഛനായിട്ട് നമ്മുടെ ലാലേട്ടൻ വരും. അത് പൊളിക്കും. ജില്ലയ്ക്ക് ശേഷം അല്ലേ, അത് അച്ഛൻ മകൻ ക്യാരക്ടർ വരുന്നു. അല്ല കേട്ടോ, വൃഷഭയിലൊക്കെ അത് തന്നെയല്ലേ. പക്ഷെ എനിക്ക് സത്യം പറയാ, എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. എനിക്കെന്താണെന്നറിയോ, എനിക്ക് ലാലേട്ടൻ വേറെ ആടെ പോയി താഴെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ജില്ല എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. ഒപ്പത്തിനൊപ്പം ആയാൽ പോലും സ്റ്റാർ വാല്യൂ ശരിയാണ്. പക്ഷെ നമുക്കല്ലേ ആ മുതലിന്റെ വലിപ്പം അറിയുള്ളൂ. അവിടെ പോയിട്ട് പിന്നെ കിടിലൻ ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അടുത്തത് ഉറപ്പായിട്ടും ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട്, കാരണം ഈ സിനിമയൊക്കെ വിറ്റ് പോവുക ഇവരുടെ പേരിലാണ്, സ്റ്റാറുകളുടെ പേരിൽ വെച്ചിട്ടാണല്ലോ വിറ്റ് പോവുക. അപ്പം അവർക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം. ശിവകാർത്തികേയൻ ആയതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. വിജയിന്റെ കൂടെ അഭിനയിക്കുന്ന പോലെ ഒന്നുമല്ല, ശിവകാർത്തികേയന്റെ കൂടെ വരുമ്പോൾ അതൊരു വ്യത്യാസം തന്നെയാണ്. എന്ത് വ്യത്യാസം? ഇപ്പൊ ഏജന്റ് ഇല്ലേ, ഇപ്പൊ മമ്മൂക്ക അങ്ങനത്തെ സാധനം തെരഞ്ഞെടുക്കാത്ത ആളാന്നൊക്കെയാണ് പറയലേ. ഏജന്റ് സിനിമയിലെ അഖിലഗ്നിനെ നായകൻ അല്ലേ? പക്ഷെ മമ്മൂട്ടി അതിൽ പോയി ചെയ്തത്. പക്ഷെ മമ്മൂക്ക അതില് ഭീകരല്ലായിരുന്നോളാ. അഖിലഗ്നിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കൊണ്ടുപോണത് വരെ മമ്മൂക്കല്ലേ, ഓഫീസർ അല്ലായിരുന്നു. നായകൻ മോളിൽ നിന്നാ പോലെ, മോളായിരുന്നു ഷോൾഡറിന്റെ മുകളിൽ കയറിയിട്ട്. എന്താണെങ്കിലും ഈ എമ്പുരാനിൽ പോലും ആ സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. അടുത്തത് ഗോഡ്സില്ല ആൻഡ് കോങ് സൂപ്പർനോവ സിനിമയുടെ പുതിയ ലോഗോ പുറത്തു വന്നിട്ടുണ്ട്. 2027 സിനിമ വരിക. ഓക്കെ, ലോഗോ ആദ്യം ഇട്ടുന്നുള്ളൂ. 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമ വരും. അങ്ങനെയാണല്ലോ, പിന്നല്ല കഴിഞ്ഞല്ലേ. അതൊക്കെ ചെയ്യണ ആളാ ഓട്ടിട്ടില്ലായിരുന്നു അല്ലേ. ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യണമെങ്കിൽ വേണം 2 കൊല്ലം. അത് വേറെ സത്യമല്ലേ. എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഇന്ന് ഒരുത്തന്റെ അഹങ്കാരം കാണണ്ടല്ലോ, സന്തോഷം.